ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. ഈ ബോക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു ബോക്സ് ആയിരുന്നേ. പിന്നെ ഈ റോൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ചന്ദനത്തിരിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന റോളായിരുന്നേ. അപ്പോൾ അതൊന്ന് പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെന്താ, കാർഡ്ബോർഡ് ഈ ഒരു ബോക്സിൻ്റെ അളവിന് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഒരു പാർട്ടീഷൻ ഉണ്ടാക്കാനായിട്ടാണ് അതിങ്ങനെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കറക്റ്റാണെന്നൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചെറിയ റെക്റ്റാങ്കുലർ പീസും കൂടെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഒന്ന് എഡ്ജൊക്കെ ഒന്ന് കറക്റ്റായിട്ടിരിക്കാൻ ഒന്ന് ഷേപ്പാക്കി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് അതിനെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് മാസ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ 2 സൈഡും നമ്മളങ്ങനെ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, ബാക്കി ആ 3 പീസസിൽ നമ്മൾ ഇതേപോലെ തന്നെ മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്താണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ഓരോ പീസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ സെക്യൂറായിട്ടിരിക്കാനായിട്ട് ഞാൻ നമ്മുടെ മുട്ടുപ്പിന്നുണ്ടല്ലോ, മുട്ടുപ്പിന്നും കൂടെ അവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. 2 വീതമാണ് ഈ സൈഡിൽ കുത്തി കൊടുക്കുന്നത്. അതേപോലെ ഒരു 3 ഷെൽഫിൻ്റെ തട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു വലിയ പീസും കൂടെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു ഐഡിയ ഇട്ടില്ല, നമ്മൾ ചെറിയൊരു ഷെൽഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒട്ടിക്കൽ പരിപാടിയുടെ അവസാനത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയൊരു സാധനങ്ങൾ നമുക്ക് ഒട്ടിച്ചാൽ മതി. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചന്ദനത്തിരിയുടെ റോളാണ് നമ്മൾ ലാസ്റ്റായിട്ട് അവിടെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെന്തിനാണെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് കാണാം. എന്തായിരുന്നു അതിൻ്റെ ഉപയോഗം എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് കാണാം. ഇതിപ്പോൾ പെയിൻറ്റ് ചെയ്ത് എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ പെയിൻ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ഉണ്ടായിരുന്നൊരു ഗ്രീൻ കളർ പെയിൻറ്റും അതേപോലെ തന്നെ ഒരു റെഡ് കളറിൻ്റെ തീരാറായൊരു കുപ്പിയായിരുന്നു. ആ കുപ്പിയിലായിട്ട് പച്ച മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു കോട്ടടിച്ചു, അത് ഞാനൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു റോളിന് ഞാനൊരു റെഡ്, ശരിക്കും പറഞ്ഞാൽ അത് പെയിൻ്റ് അല്ല, നെയിൽ പോളിഷായിരുന്നു. അത് ശരിക്കും കയ്യിലിട്ടിട്ട് നല്ല ഒരു വൃത്തിയായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കിനൊക്കെയായിരുന്നു അത് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ബാക്കിലായിട്ട് ഡബിൾ സൈഡ് ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു കോട്ടും കൂടെ അടിച്ചിരുന്നു അതിനകത്ത്. ഇപ്പോൾ നമ്മുടെ ഷെൽഫ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം കണ്ടേ, ഞാൻ അവിടെ ഒരു ഫ്ലവർ വേസും കൂടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യൂട്ടായിട്ടുള്ള ചെറിയ ഐറ്റംസ് വെച്ചിട്ട് അവിടെ ഒന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? വീഡിയോയിൽ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ.